നമസ്തേ. അദ്വൈതം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാം ഒന്നാണ് എന്ന തത്വം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമാണ്, നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാൻ. ഈ തത്വം ഋഭു എന്ന മഹർഷി ശിഷ്യനായ നിദാഘൻ എന്ന രാജാവിനെ പഠിപ്പിച്ച ചരിത്രം വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് അനുസ്മരിക്കാം. ഋഭു മഹർഷി രാജാവായ നിദാഘനെ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു, വിജ്ഞാനപ്രദമായിട്ടുള്ള എല്ലാം പഠിപ്പിച്ചു. പക്ഷേ ഈ അദ്വൈത സിദ്ധാന്തത്തിൽ മാത്രം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഗുരു ദേശാടനത്തിൽ പുറപ്പെട്ടു. കുറേ കാലത്തിന് ശേഷം ശിഷ്യനെ കാണാനായിട്ട് മടങ്ങി വരികയാണ്. കുറേ കാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ആയുസ് വളരെ കൂടുതലാണ്. അപ്പോൾ 1000-ലധികം വർഷത്തിന് ശേഷമാണ് ഗുരു വരുന്നത്. അപ്പോഴേക്കും രാജാവിന് വളരെയധികം മാറ്റം വന്നിരുന്നു. അദ്ദേഹം രാജസ്ഥാനമൊക്കെ ഉപേക്ഷിച്ചു, ഒരു മുനിയെ പോലെ ആയിരുന്നു. ആ ഗുരുവും ശിഷ്യനും തെരുവീഥിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ സമയത്ത് ഗുരുവിന് ശിഷ്യനെ മനസ്സിലായി, ശിഷ്യനാണെങ്കിൽ ഗുരുവിനെ തിരിച്ചറിയാനും ആയില്ല. രണ്ടുപേരും കൂടി ആ തെരുവിൽ നിൽക്കുന്ന സമയത്ത് അപ്പോഴത്തെ മഹാരാജാവ് ആ നഗരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അപ്പം ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഇതാ ഈ മനോഹരമായ നഗരത്തിലേക്ക് രാജാവ് എഴുന്നള്ളുകയാണ്, അതുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇവിടെ തിങ്ങി നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ ഗുരു ചോദിച്ചു, അങ്ങ് ഇപ്പോൾ രാജാവിനെയും ജനങ്ങളെയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഏതാണ് രാജാവ് ഏതാണ് ജനങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അപ്പം അല്പം പുച്ഛത്തോടുകൂടി ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ആ പർവ്വതം പോലെ കാണുന്ന ആനയുടെ പുറത്ത് ഇരിക്കുന്നതാണ് രാജാവ്, താഴെ നിൽക്കുന്നത് ജനങ്ങളാണ്. ഗുരു വീണ്ടും ചോദിച്ചു, ഇപ്പോൾ അങ്ങ് ആനയെയും രാജാവിനെയും ഒരുമിച്ചാണ് കാണിച്ചു തന്നത്. അവയുടെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ആന ഏതാണ്, അരജൻ ഏതാണ്? ശിഷ്യന് പുച്ഛം ഒന്നുകൂടി വർദ്ധിച്ചു. എങ്കിലും മറുപടി പറഞ്ഞു, ആ മുകളിലിരിക്കുന്നതാണ് രാജാവ്, താഴെ ഉള്ളത് ആനയാണ്. അപ്പോൾ ഗുരു അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങ് ഈ പറഞ്ഞതിൽ മുകൾ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, താഴെ എന്നുള്ളതിൻ്റെയോ? അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ശിഷ്യൻ ഗുരുവിൻ്റെ തലയിലേക്ക് ചാടിക്കയറി. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ ഇപ്പോൾ രാജാവിനെ പോലെ മുകളിലിരിക്കുന്നു, അങ്ങ് ആനയെപ്പോലെ താഴെ നിൽക്കുന്നു. അത് കേട്ട സമയത്ത് ഗുരു വീണ്ടും ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, എനിക്കിപ്പോൾ മറ്റൊരു സംശയമുണ്ടായി. അങ്ങ് കോപിക്കരുത്, ഇതിൽ ഞാൻ ആരാണ്, അങ്ങാരാണ്? ആ ചോദ്യം കേട്ടതോടുകൂടി ശിഷ്യന് ഇത് തൻ്റെ ഗുരു തന്നെയാണെന്ന് ബോധ്യമായി. വേഗം താഴേക്കിറങ്ങി ആ പാദങ്ങളിൽ നമസ്കരിച്ചു. ഋഭു മഹർഷി ശിഷ്യനെ, രാജാവിനെ അനുഗ്രഹിച്ചു. അതോടെ രാജാവിന് അദ്വൈത തത്വം ബോധ്യം വന്നു. ഞാൻ അങ്ങ് എന്ന് രണ്ട് ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഗുരുവിന് അങ്ങനെയാണ്, എല്ലാ വസ്തുക്കളും ഒന്നാണ്, ബ്രഹ്മമാണ്. ശിഷ്യന് അങ്ങനെ ആയിരുന്നില്ല. ഇതോടുകൂടി, ഈ അനുഗ്രഹത്തോടുകൂടി രാജാവിന് അത് ബോധ്യമായി എന്നതാണ്.
ഈ അദ്വൈത തത്വം എല്ലാം ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിൽ ഉറയ്ക്കാൻ വളരെ വിഷമാണ്. വളരെ സാവധാനത്തിൽ ആലോചിച്ചാൽ മാത്രമേ ആവുള്ളൂ. അതിന് ഈശ്വരാനുഗ്രഹം വേണം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിജ്ഞാനപ്രദമായിട്ടുള്ള രസകരമായ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.